ഞാൻ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ചാല് ഇങ്ങനത്തെ ഒരു കോമ്പ്, ഏത് കോമ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇങ്ങനെ വലിയ എന്താ പറയാ പല്ലുള്ള കുറച്ച് ഗ്യാപ്പ് ആയിട്ടുള്ള നല്ലൊരു കോമ്പ് എടുത്തിട്ട് നല്ല പോലെ എല്ലാം ജടയും കാര്യങ്ങളും ചിക്കും ഒക്കെ കളഞ്ഞ് നന്നായിട്ട് സ്മൂത്തായിട്ട് ചീകി വെക്കും. ഇങ്ങനത്തെ ആണ് എപ്പോഴും നമുക്ക് ജടയൊക്കെ കളയാൻ വേണ്ടിയിട്ട് നല്ലത്. അടുപ്പിച്ചുള്ള പല്ലുള്ള ചീർപ്പെടുത്താൻ എന്താ പ്രശ്നം, അല്ലെങ്കിൽ കോമ്പ് ഉപയോഗിച്ച് എന്താ പ്രശ്നം വെച്ചാല് നല്ല പോലെ നമുക്ക് മുടി കൊഴിഞ്ഞു പോവും, ഭയങ്കരമായിട്ട് ഇങ്ങനെ കുടുങ്ങി കുടുങ്ങി നിൽക്കുമല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഒരു കോമ്പ് എടുത്ത് നന്നായിട്ട് ചീകി വൃത്തിയാക്കി വെക്കും. പിന്നെ ഞാൻ ചെയ്യുന്നത് ഇത് സ്പ്രേ ചെയ്യലാണ്. ഇത് കണ്ടില്ലേ, ആപ്സ് ഗുഡ്നെസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ റോസ്മേരി വാട്ടർ ആണ് ഇത്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ട് തന്നെയാണ് എനിക്ക്. അപ്പൊ ഞാൻ ഇത് ഫുള്ളായിട്ട് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് വെക്കും. പിന്നെ ഞാൻ ഓൾമോസ്റ്റ് ഇപ്പം ഇത് രാവിലെ ചെയ്ത് വെച്ച് ഞാൻ വൈകുന്നേരം ആയിരിക്കും ഓയിൽ ഇടുന്നുണ്ടാവുക. അതല്ല, നേരത്തെ കുളിച്ച് റെഡി ആയി എവിടെയെങ്കിലും പോകേണ്ട സമയത്താണെങ്കിൽ ഒരു ഗ്യാപ്പ് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഓയിലിങ് ചെയ്യാറുള്ളത്. അപ്പം ഞാൻ ഇത് ചെയ്യട്ടെ. അപ്പൊ ഇത് ആദ്യം തന്നെ ഞാൻ മുടിയുടെ ജടയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പോവാണ്. ഇതിന് ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ വലിയ പല്ലുള്ള ചീപ്പ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതിന് ശേഷമാണ് ഞാൻ റോസ്മേരി വാട്ടർ ഉപയോഗിക്കാൻ പോകുന്നത്. റോസ്മേരി വാട്ടർ ഇപ്പോൾ ഞാൻ ഒരു ഒരു വർഷമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ബട്ട് ഗുഡ് റിസൾട്ട് ആണ് കേട്ടോ. ഇങ്ങനെ ബ്രാൻഡ് പ്രൊമോഷൻ ഒന്നും അല്ല. ഇതും ഞാൻ കുറെ പ്രൊമോഷൻ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കിയ ഒരു സാധനമാണ്, എങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് അത് വർക്ക് ആയിട്ടുണ്ട്. എനിക്ക് നെറ്റി എന്താ പറയാ, എനിക്ക് ഹൈ എന്താ ഫോർഹെഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ മുടി പോകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നെറ്റി കയറുന്ന പോലെ തോന്നും. അപ്പൊ ഞാൻ അങ്ങനെ നെറ്റി ഭാഗത്തായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് കുറേ ബേബി ഹെയർസ് വന്നിട്ടുണ്ട് നല്ല പോലെ. അതുകൊണ്ട് പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഹെയർ വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഉപയോഗിക്കും. ഞാൻ ആദ്യം രാത്രി ഉപയോഗിച്ചിട്ട് ലീവ് ഇൻ ചെയ്യുമായിരുന്നു തലയിൽ. പക്ഷെ എനിക്ക് സൈനസൈറ്റിസിന്റെയും പിന്നെ മൈഗ്രെയിൻ്റെ ഒക്കെ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് എനിക്കത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തലയിൽ അങ്ങനെ ഒരു തണുപ്പ് നിൽക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോ ഞാൻ പിന്നീട് തല വാഷ് ചെയ്യുന്ന സമയത്ത് ഹെയർ വാഷിന്റെ ഡേയിൽ ഇങ്ങനെ രാവിലെ അപ്ലൈ ചെയ്തിടും. അപ്പോ നമ്മൾ കുളിക്കുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ. രാത്രി മൊത്തമായിട്ട് ഇങ്ങനെ ഇട്ട് നമ്മൾ ഫാനിന്റെ തണുപ്പിലൊക്കെ കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കി. അത് ചെയ്ത് ഞാൻ കുറച്ചൊന്ന് മസാജ് ഒക്കെ ചെയ്ത് നല്ലപോലെ പിടിപ്പിച്ച് പിന്നെ എന്താ പറയാ, ഹെയർ ഓയിൽ ചെയ്യാണ് ചെയ്യാറുള്ളത്.